ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കഴിച്ചിരുന്ന ഒരു സ്പെഷ്യൽ സ്വീറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പാൽഗോവ. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. വെറും കുറഞ്ഞ വസ്തുക്കൾ മതി ഇത് തയ്യാറാക്കാൻ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ പാൽഗോവ ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാനിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും 1/4 കപ്പ് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നിങ്ങൾക്ക് നെയ്യിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ സൺഫ്ലവർ ഓയിലിന് പകരം 1/2 കപ്പ് നെയ്യ് എടുത്താലും മതി കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ ഇട്ട് മിക്സ് ചെയ്യണം. ആദ്യം ഇത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കട്ട പിടിച്ച പോലെയാണ് വരിക. പിന്നെയും നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്കിന് ഇങ്ങനെ ഇതൊരു ലൂസ് മാവായിട്ട് വരും. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. ഞാനിപ്പോൾ ഇതിന് ചൂട് പോവാനായിട്ട് മാറ്റി ഒരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, പുറത്തെവിടെയെങ്കിലും വെച്ചാൽ മതി. ഇങ്ങനെ നല്ല പോലെ ചൂട് പോയതിനു ശേഷം ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈ പഞ്ചസാര പൊടിക്കുന്ന സമയത്ത് ഞാൻ ഒരു 1/4 കപ്പ് പഞ്ചസാരയും 2 ഏലക്കയും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഈ പഞ്ചസാര പൊടിയും ഈ മാവും എല്ലാം കൂടെ കൈ ഉപയോഗിച്ചിട്ട് നല്ല പോലെ സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഇത് നല്ല പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരാനും വേണ്ടിയിട്ട് നമുക്കൊരു മോൾഡിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ ട്രേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഏത് ട്രേ ആണോ എടുക്കണേ അതിൻ്റെ അടിയിൽ അല്പം നെയ്യോ എണ്ണയോ ഒന്ന് നല്ല പോലെ ഒന്ന് തടവി കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിപ്പം കുഴച്ച് വെച്ച മാവ് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുക്കാൻ. ഇങ്ങനെ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവലാക്കി കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ മാവൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, പുറത്ത് വെച്ചാലും തന്നെ മതി. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒന്നും കൂടെ തണുത്തൊരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അങ്ങനെ ഇപ്പം ഞാനിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനും വേണ്ടിയിട്ട് മാറ്റി വെച്ചിരുന്നതായിരുന്നു. നല്ല പോലെ ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചെടുക്കുക. കത്തി ഉപയോഗിച്ചിട്ട് വിടിയിച്ചെടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ പാൽഗോവ ഞാനിപ്പോൾ ഒരു ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും. പിന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മതി ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അത് പ്രസ് ചെയ്യുക. അപ്പോൾ ദേ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം. എന്നാലേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം.